കെ ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന പേര് ജില്ലാ സെക്രട്ടേറിയറ്റിലോ ജില്ലാ കമ്മിറ്റിയിലോ ആരും പറഞ്ഞിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗോവിന്ദ മാഷ പേര് ഒരാൾ പറഞ്ഞിരുന്നു. അത് ഗോവിന്ദ മാഷ് തന്നെയാണ്. സാധാരണ നിലയിൽ എൻ്റെ പാർട്ടി ജീവിതം വളരെ ചെറുതാണ്. പക്ഷെ ഞങ്ങളുടെ ആരുടെയും പാർട്ടി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് എനിക്കെന്താണ് അയോഗ്യത, എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് നാളിതുവരെ ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ അനുഭവത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ടി കെ ഗോവിന്ദ മാഷ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ, എന്നെ പരിഗണിച്ചാൽ എന്താ എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കരുത്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ നിലപാട്? അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു. പക്ഷെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ള ആർക്കും അദ്ദേഹത്തിന്റെ പേര് പറയാൻ വേണ്ടി തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്കൊക്കെ ഉണ്ടാവുന്ന അംഗീകാരം എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരിമിതമായ വിനയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? നമ്മളൊരു മഹാസംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അംഗീകാരം എന്താണ് എന്നുള്ളത് ഇങ്ങനെ അഭിപ്രായ പ്രകടനം കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു വിനയം യഥാർത്ഥത്തിൽ ടി കെ ഗോവിന്ദ മാഷ് കാണിക്കേണ്ടതായിരുന്നു. ഇവിടെ ഇപ്പൊ ശ്യാമൾ ടീച്ചർ സ്ഥാനാർത്ഥിയായതാണോ ടി കെ ഗോവിന്ദ മാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ശ്യാമൾ ടീച്ചറല്ല, അതിന് പകരം മറ്റേതെങ്കിലും ഒരു പേരാണ് അവിടെ വന്നതെങ്കിൽ ടി കെ ഗോവിന്ദ മാഷ് ഈ നിലപാട് സ്വീകരിക്കില്ലേ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു പാർലമെന്ററി വ്യാമോഹമായിട്ട് അതിന് പറ്റുന്ന കുപ്പായ വിട്ട് നടക്കുന്ന ഒരാളാണെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുമായിരുന്നില്ല. പക്ഷെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചല്ലോ അദ്ദേഹത്തിന്റെ ചരിത്രം. ആ ചരിത്രം മുഴുവൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, എന്താ എന്നെ നിങ്ങൾ പരിഗണിക്കാത്തത്? അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, ഏത് സ്ഥാനാർത്ഥിയായാലും തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടാലും അദ്ദേഹം ഈ നിലപാട് സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോടുള്ള വിരോധമല്ല. ഇപ്പൊ നിങ്ങളോട് തന്നെ പറയുന്നത് കേട്ടില്ലേ, എന്താ ശ്യാമൾ ടീച്ചർ മട്ടന്നൂർ മത്സരിപ്പിച്ചാൽ എന്താ കുഴപ്പം?